ഓം ശാന്തി. എല്ലാ ദിവസവും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ വരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു ശരിയായ രീതിയിൽ ചിന്തിക്കണം, ശരിയായ രീതിയിൽ സംസാരിക്കണം, ശരിയായ രീതിയിൽ പെരുമാറണം. ചിന്തിക്കുന്നുമുണ്ട്, തീരുമാനവും എടുക്കുന്നു, ചെയ്യാനും ആഗ്രഹിക്കുന്നു. പക്ഷേ പിന്നെയും പറയുന്നു, എന്തു ചെയ്യാനാണ്, സിറ്റുവേഷൻസ് വന്നപ്പോൾ പിന്നെയും അതുതന്നെ സംഭവിച്ചു. പിന്നെയും മൂഡ് ഓഫായി, പിന്നെ ദേഷ്യം വന്നു, പിന്നെ പേടി തോന്നി, പിന്നെയും ചിന്തകൾ വരാൻ തുടങ്ങി. സോ വൈ ഇസ് ഇറ്റ്? നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ പറയും, സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു, അതാണ് എൻ്റെ മൂഡ് ഡിസ്റ്റർബ് ആയത്. പിന്നെ നമ്മൾ നമ്മുടെ മാനസിക സ്ഥിതിയുടെ ഉത്തരവാദിത്വം സിറ്റുവേഷൻസ് ആണെന്ന് പറയുന്നു. എത്രത്തോളം നമ്മൾ നമ്മുടെ മാനസിക സ്ഥിതിയുടെ ഉത്തരവാദിത്വം സിറ്റുവേഷൻസിനെയോ മറ്റുള്ളവരെയോ പറയുന്നുവോ, അത്രയും നമ്മൾ നമ്മുടെ എനർജി അവർക്ക് കൊടുക്കുന്നു. ബിക്കോസ് വി സേ ഐ ഫീലിംഗ് ലൈക്ക് ദിസ് ബിക്കോസ് ഓഫ് ദം. എങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടിയോ, അത് സിറ്റുവേഷൻസ് ആണെങ്കിലും വ്യക്തികൾ ആണെങ്കിലും ആരുടെയെങ്കിലും വാക്കുകളോ പെരുമാറ്റമോ ആയാലും. പക്ഷേ നമ്മൾ പറയുന്നു ഐ ഫീലിംഗ് ലൈക്ക് ദിസ് ബിക്കോസ് ഓഫ് ദം. എപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞുവോ, നമ്മൾ നമ്മുടെ എനർജി ആ ഒരു സൈഡിലേക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ ഈ ഒരു വസ്തുവിൻ്റെ അടുത്താണ്. സോ അറ്റ് ദാറ്റ് മൊമെൻറ്റ് we become a victim of that situation or to that person. നമ്മൾ അവരുടെ അടിമ. എന്തെന്നാൽ നമ്മളുടെ മാനസികസ്ഥിതിയിൽ അവർ അധികാരം സ്ഥാപിച്ചു, വിച്ച് ഈസ് നോട്ട് ദ ട്രൂത്ത്. കാര്യം എന്തു തന്നെയായാലും, മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരു തന്നെയാണേലും, അവരുടെ പെരുമാറ്റം എങ്ങനെയായാലും അത് പുറത്തു മാത്രമാണ്. എന്തു തന്നെ മുന്നിൽ കൊണ്ടുവന്നാലും അത് ഇന്ന് സംഭവിച്ചതാവാം, കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതാവാം. ജസ്റ്റ് ബ്രിങ് ദാറ്റ് സെയിം ഓൺ ദി സ്ക്രീൻ ഓഫ് യുവർ മൈൻഡ്. എന്താണ് സംഭവിച്ചത്? അവരെങ്ങനെയാണ് പെരുമാറിയത്? ആ സമയം ഞാൻ എന്താണ് ഫീൽ ചെയ്തത്? എന്താണ് സംസാരിച്ചത്? എങ്ങനെയാണ് പെരുമാറിയത്? സോ ദേ ആർ ഔട്ട്സൈഡ്. ദ പേഴ്സൺ ഈസ് ഔട്ട്സൈഡ്. ദേ ആർ ഇമ്പോർട്ടൻറ്റ്, ബട്ട് ദേ ആർ ഔട്ട്സൈഡ്. അവർ പുറത്താണ്. അതൊരു സ്റ്റിമുലസ് ആണ്, ഒരു പരിസ്ഥിതിയാണ്. പരിസ്ഥിതി എന്നാൽ പരസ്ഥിതി, അതായത് മറ്റുള്ളവരുടെ സ്ഥിതി. അവർ അവരുടെ ജോലി ചെയ്യുന്നു, അവരുടെ റോൾ പ്ലേ ചെയ്യുന്നു. അവരങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ സംസാരിക്കുന്നു, പിന്നെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഈ കംപ്ലീറ്റ് പ്രോസസ്സ്, ഹൗ ഐ തിങ്ക്, ഹൗ ഐ സ്പീക്ക്, ഹൗ ഐ ബിഹേവ്, ദിസ് ഈസ് മൈ ചോയ്സ്. അവർക്ക് അവിടെ നിന്ന് എന്തു വേണമെങ്കിലും ചെയ്യാം. നുണ പറയാം, നമ്മളെ നിന്ദിക്കാം, നമ്മുടെ നേരെ ഉച്ചത്തിൽ അലറാം. അവർക്ക് ഇത്രമാത്രം ചെയ്യാൻ പറ്റുകയുള്ളൂ. അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ പറ്റുകയില്ല. പീപ്പിൾ ക്യാൻ ചീറ്റ് us, betray us, lie to us and criticize us. But they do everything outside. They cannot enter here. ആർക്കും ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമുക്കിത് പറയാൻ സാധിക്കും, അവരെന്നെ ചതിച്ചു, അവരെന്നോട് നുണ പറഞ്ഞു, അവരെന്നെ വഴക്ക് പറഞ്ഞു, അവരെന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, അവരെന്നെ ഫിനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്തു, അവരെന്നെ ഫിസിക്കലി തല്ലി. ഇതും സംഭവിക്കാം. ആരെങ്കിലും എന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു. പക്ഷേ ഇമോഷണലി ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആർക്കും എൻ്റർ ചെയ്യാൻ കഴിയില്ല. ഇമോഷണൽ അബ്യൂസ്, വിച്ച് മീൻസ് ദ നെഗറ്റീവ് തോട്ട്സ് വി ക്രിയേറ്റ്. വാട്ട് വാസ് ആങ്സൈറ്റീസ്, ഫിയർ, പെയിൻ, അത് ഇവിടെ ഉള്ളിലാണ് നടക്കുന്നത്. ദിസ് ഈസ് അവർ ക്രിയേഷൻ. ഇത് നമ്മുടെ രചനയാണ്. ആൻഡ് ഐ നീഡ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. അവർ അവിടെ, ഇവിടെ ഇറ്റ്സ് ഓൺലി മീ. ഐ ആം ദി ക്രിയേറ്റർ ഓഫ് മൈ എവരി തോട്ട്. ഏത് പരിസ്ഥിതി വന്നാലും നമ്മൾ റിയാക്റ്റ് ചെയ്താലും ഒരു കാര്യം മാത്രം പറയരുത്, അവർ കാരണം. ജസ്റ്റ് ടേക്ക് ദി പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സേ ഐ ക്രിയേറ്റഡ് ഇറ്റ്. നെക്സ്റ്റ് ടൈം ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ബിക്കോസ് ഇഫ് ഐ സേയിങ് ഐ ക്രിയേറ്റഡ് ഇറ്റ്, ഐ ടേക്ക് ദി പവർ ഇൻ മൈ ഹാൻഡ്. ആൻഡ് ഇഫ് ഐ സേ ദേ ആർ റെസ്പോൺസിബിൾ, അവർ കാരണം, അപ്പോൾ നമ്മൾ പരിസ്ഥിതിയുടെ അടിമ. നമ്മൾ അടിമയല്ല. ഐ ആം ദി മാസ്റ്റർ ഓഫ് മൈ ഓൺ ലൈഫ്. പവർഫുൾ സോൾ, ശക്തിശാലി ആത്മ, തൻ്റെ ഓരോ ചിന്തയുടെയും വാക്കുകളുടെയും പെരുമാറ്റത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം എടുക്കുന്നു. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ തോട്ട്സ്, ഫീലിങ്സ്, വേർഡ്സ് ആൻഡ് ബിഹേവിയർ. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാം. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ, എന്തെങ്കിലും എന്നാൽ എന്തു തന്നെ ആയാലും, മുന്നിൽ നിൽക്കുന്ന വ്യക്തി എങ്ങനെ പെരുമാറിയാലും
എന്തു തന്നെയായാലും എങ്ങനെ തന്നെയായാലും നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കും. ഇവിടെ എന്തു നടക്കുന്നു, ഇറ്റ്സ് മൈ ക്രിയേഷൻ, ഐ ആം ദി ക്രിയേറ്റർ എന്നും സ്വയം ഇത് ഓർമ്മിപ്പിക്കൂ. ഐ ആം ദി ക്രിയേറ്റർ, ഐ ആം ദി ക്രിയേറ്റർ ഓഫ് മൈ എവറി തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ആൻഡ് സെക്കൻഡ് ലൈൻ, ഐ ഹാവ് എ ചോയ്സ്. എൻ്റെ അടുത്ത് ചോയ്സ് ഉണ്ട്, എങ്ങനെ ചിന്തിക്കണം. എപ്പോൾ നമ്മളിത് തുടർച്ചയായി സ്വയം ഓർമ്മിപ്പിക്കുന്നു, ഐ ആം ദി ക്രിയേറ്റർ, ഐ ഹാവ് ദി ചോയ്സ്, അപ്പോൾ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യില്ല. പിന്നെ നമ്മൾ ശരിയായി ചിന്തിക്കാൻ തുടങ്ങും. സിറ്റുവേഷൻസ് ശരിയാണോ തെറ്റാണോ, വി ഡോണ്ട് നോ, ബട്ട് ശരിയായി ചിന്തിക്കുക. ഇത് നമ്മുടെ പവറാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് ദ റൈറ്റ് തോട്ട്സ് ഇൻ എവറി സിറ്റുവേഷൻ വിത്ത് എവറി പേഴ്സൺ ഓൾവേസ്. ഓം ശാന്തി.